ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAEയിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, മുതിർന്ന നേതാക്കളായ PJ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധന വിലയിൽ വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന് നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14-ന് മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള OMR അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. जो एग्जामिनेशन हो गई उस एग्जामिनेशन की फीस को हम स्टूडेंट को रिटर्न करेंगे और जो आगे वाला परीक्षा होगा उसकी 0 फीस होगा. जो 2 से 5 एग्जामिनेशन टाइम था उसको ध्यान में रखते NTA ने तुरंत एक निष्पत्ति किया है कि उसको और 15 मिनट बढ़ाएं. 2 से शुरू होगा 5:15 तक ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അദിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദിൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാനവും 9ാമത് G. പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും.
സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14നും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർ പുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല, കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചുവിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,575-ലും നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും.
8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.